അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇന്നിതാ ഞാൻ ഇപ്പോൾ സ്കൂളിലാണുള്ളത്. സാലൻ്റെ സ്കൂളിലാണ്. ഇന്ന് ഗേൾസിൻ്റെ ഇത് വിൻ്റർ കാർണിവൽ എന്ന് വന്നിട്ട് 2 ദിവസത്തെ പരിപാടിയുണ്ട്. ഇന്ന് ഗേൾസിൻ്റെ പരിപാടി, നാളെ ബോയ്സിൻ്റേത്. സാലൻ്റെ ഒക്കെ നാളെയാണ്, ബോയ്സ് സെക്ഷനിലേക്ക് നാളെ. ഇന്ന് ഗേൾസ് സെക്ഷനിലേക്കാണ് വച്ചത്. അപ്പോൾ നമുക്ക് കാണാം, ഇന്ന് ഗേൾസ് സെക്ഷനിലാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് ബോയ്സ് സെക്ഷനിലായിരുന്നു. അപ്പോൾ ബോയ്സിൻ്റെ പരിപാടി കണ്ടിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഗേൾസ് സെക്ഷനിൽ പരിപാടി പോയി കാണാം എന്ന്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പരിപാടി 4 മണിക്കേ തുടങ്ങി. ഞാനിപ്പോൾ ഇതാ മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തുമ്പോഴത്തേക്ക് 6 മണിയായി. അപ്പോഴത്തേക്ക് തന്നെ പരിപാടി പകുതി കുറച്ചൊക്കെ ചെറിയ ചെറിയ കുട്ടികളുടെയൊക്കെ കഴിഞ്ഞിരുന്നു. നല്ല പെൺകുട്ടികളാകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ, ബോയ്സും ഗേൾസും തമ്മിലൊരു ഡിഫറൻ്റ് ഉണ്ടല്ലോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പോയിട്ട് പിന്നെ നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. 10 ദിറംസിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവരൊക്കെ ഗാർഡിന് കാണിച്ചു കൊടുത്തിട്ടാണ് അകത്ത് കയറുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെ കഴിഞ്ഞ കുട്ടികളെ പേരൻസ് അങ്ങനെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നവരും ഉണ്ട്, നേരത്തെ 4 മണിക്ക് വന്നവരും ഉണ്ട്. കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഗേൾസ് ആകുമ്പോൾ ഗേൾസ് മാത്രമാണ്, ബോയ്സിന് അവിടെ അലോണില്ല, പോകാൻ പറ്റില്ല. ബോയ്സിൻ്റെ ദിവസങ്ങൾക്ക് ബോയ്സ് സെക്ഷനിൽ നാളെ പരിപാടി ഉണ്ടാകുമ്പോൾ അവിടെ ഗേൾസിനും അങ്ങനെ പ്രവേശനമില്ല, പേരൻസിന് പോകാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ സ്കൂളിൽ ഇങ്ങനെ ഷിഫ്റ്റാണ്, ബോയ്സും ഗേൾസും ഷിഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ പരിപാടിയും അങ്ങനെ തന്നെ ഓരോ ദിവസങ്ങളിൽ വെക്കുന്നത്. അപ്പോൾ ഇത് കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ, കുട്ടികളെ ഓരോരോ ഇത്. നമുക്ക് വേണമെങ്കിൽ പുറത്തുള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റാളെടുത്തിട്ട് ആ ഒരു ദിവസങ്ങളിൽ നമുക്കവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് എടുത്തിട്ട് അവിടെ സെയിൽ ചെയ്യുന്നവരും അവരുടെ ബിസിനസ് പരമായിട്ടുള്ള ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ സ്റ്റാൾ അന്നത്തെ ദിവസത്തേക്ക് എടുക്കുന്നവരും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ എൻ്റർടൈൻമെൻറ്റ് ഗെയിംസും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ സ്റ്റാളുകളും എല്ലാ സ്റ്റാളുകളും നല്ല തിരക്ക് പിടിച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഒറ്റക്കായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ബോയ്സിനെ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല, സഹലിനെ അങ്ങോട്ട് അന്നത്തെ ദിവസം കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു പോയത്. അങ്ങനെ ഞാൻ പോയി ഓരോന്ന് കണ്ടും കേട്ടും അങ്ങനെ നടന്നു. രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗേൾസിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഡ്രസ്സിങ്ങും സ്റ്റേജിലെ പെർഫോമൻസും ഒക്കെ നല്ലൊരു രസം ഉണ്ടാവുമല്ലോ. ബോയ്സിന് പിന്നെ അങ്ങനെ പെർഫോമൻസ് രസമുണ്ടെങ്കിലും ഡ്രസ്സിങ്സിലൊക്കെ എപ്പോഴും ഒരേ മാതിരിയുള്ള കോസ്റ്റ്യൂംസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയ പെർഫോമൻസിലും നമുക്കൊരു വെറൈറ്റി കാണാൻ പറ്റും. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്രാവശ്യം എന്തായാലും ഗേൾസിൻ്റേത് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഒറ്റക്കായാലും പ്രശ്നമില്ല എന്ന് വന്നിട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും രസമുണ്ടായിരുന്നു. ഒരുവിധം കുറേ പേരൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിനും അവിടുത്തെ എല്ലാവരെയും നമുക്കറിയാമല്ലോ. അങ്ങനെ പിന്നെ ഒരാളെയും കണ്ടും സംസാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഒരു കാലിയായ സ്റ്റാൾ ബാക്കിയുള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ ഒരുവിധം ഒട്ടുമിക്ക 1-2 സ്റ്റാളുകളെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം നല്ല ഫില്ലായിരുന്നു. അപ്പോൾ എല്ലാറ്റിലും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ ഗെയിമും പിന്നെ അതുപോലെ മെഡിക്കൽ എക്യുപ്മെൻസും മെഡിക്കലിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയും അങ്ങനെ കുറേയൊക്കെ സ്റ്റാളുകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ്ങിൻ്റെതും പിന്നെ അങ്ങനെ. അപ്പോൾ ഇതിലൊക്കെ ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ട ഓരോ സ്റ്റാളിലും ഉണ്ട്. പിന്നെ അതുപോലെ മസാലകളുടേത് അതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരോ സ്റ്റാളും ഞാൻ ഇങ്ങനെ പറയുന്നില്ല, നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ പോയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് നടന്ന് കണ്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഡ്രസ്സിൻ്റെ ഉണ്ടല്ലോ, ഈ നമ്മുടെ മെറ്റീരിയൽസ് അടിപൊളി മെറ്റീരിയൽസൊക്കെ തന്നെയാണ്. അതും ഓരോന്ന് ഇങ്ങനെ ഞാൻ എടുത്ത് നോക്കി. രസമാണ് കേട്ടോ ഇങ്ങനെ കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മസാലകളുടേതാണ് കേട്ടോ, നമ്മളെ സ്പൈസസ്
അപ്പോൾ അതിൻ്റേതും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം അച്ചാറുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഫാമിലിയൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഫുഡ് ഐറ്റംസ്, ബിരിയാണി ഐറ്റംസ് അതും വേറെ ഉണ്ട് കേട്ടോ. അതും നോക്കി. പിന്നെ പാസ്ത, ബിരിയാണി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകളും ചെറിയ ചെറിയ പാക്കറ്റാക്കി കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടായിരുന്നു. നിംസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ കണ്ടത് ഇത് നല്ല രസമുണ്ടായിരുന്നു. ഒരു അറബിക്ക് മജ്ലിസാക്കിയിട്ട് ടീച്ചേഴ്സ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈത്തപ്പഴവും കാവയും എല്ലാം അവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ ചായയൊക്കെ എടുത്ത് സുലൈമാനിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് കുടിക്കാം. അപ്പോൾ ഈത്തപ്പഴം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നട്ട്സൊക്കെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ശരിക്കും ഒരു അറബിക്ക് മജ്ലിസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ആ ഒരു കണ്ടാകത്തിൽ അറബിക്ക് ടച്ചാണ്. അത് സുഫറയും അതിൻ്റെ ഫ്രെയിമും ഒക്കെ വെച്ചിട്ട് നല്ല ഒരു മജ്ലിസ് സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ആക്റ്റീവായിരുന്നു എല്ലാവരും. അപ്പോൾ അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ഇരുന്ന് സുലൈമാനിയും കാരക്കയൊക്കെ കഴിച്ചു, നട്ട്സൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ ഇപ്പുറം വന്നപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് കണ്ടത്. കാരണം പിന്നെ മെഹന്തി നമ്മൾ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ഇടുന്നത്. എന്നെ എനിക്ക് മെഹന്തി ഇട്ട് തന്നത് 9ാം ക്ലാസ്സിലെ ഒരു കണ്ണൂരിലെ ഒരു കുട്ടിയാണ്. കണ്ണൂർക്കാരത്തി കുട്ടിയാണ്. പേരിപ്പോൾ എനിക്ക് അത്ര ഓർമ്മയില്ല. എന്നാലും നല്ല ഡിസൈനായിരുന്നു. പാവം നല്ലോണം ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സംസാരിച്ചിരുന്ന് ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ മെഹന്തി ആയിട്ടിരുന്നു. അപ്പോൾ 5 ദിർഹംസേ ഉള്ളൂ. ഒരു ഹാൻഡിന്, ഒരു പുറത്തിന് 5 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഒരു കയ്യിൽ, ഞാൻ ഒറ്റക്കല്ലേ 2 കയ്യിൽ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഒരു പുറത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതായി കുട്ടിയാണ് കേട്ടോ. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നല്ലൊരു ഡിസൈൻ തന്നെയായിരുന്നു. നല്ല നീറ്റിൽ തന്നെ, നല്ല രസത്തിൽ തന്നെ ആ മോൾ ഇട്ട് തന്നു. താങ്ക് യു മോളും. പിന്നെ ഇതൊക്കെ ഇടിയിച്ചിട്ട് ഞാൻ നേരെ പോയത് ആ സ്റ്റേജിൻ്റെ മുമ്പിലേക്കാണ്. പിന്നെ നിംസ് ദുബായ് സ്കൂളെ കുറിച്ച് അറിയാത്ത, ദുബായിലുള്ള പഠിക്കുന്ന പേരൻസിനൊക്കെ, കുട്ടികൾ പഠിക്കുന്ന പേരൻസിനൊക്കെ അറിയാത്തവരൊന്നും ആരും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഫുൾ ആക്റ്റീവ് തന്നെയായിരുന്നു. നല്ല രസത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നല്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി ഇങ്ങനെ മെല്ലെ ഇരുന്നിട്ട് അത് എത്രയോ പേർക്കിട്ട് അതിങ്ങനെ എത്ര 4 മണിക്ക് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ പാവം തോന്നി. പിന്നെ നേരെ നമ്മുടെ ദുബായിനെ എടുത്തിട്ട് അവിടെ ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ടാക്കി അത് ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ നല്ല രസത്തിൽ തന്നെ അവിടെ കുട്ടികളെല്ലാവരും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മജ്ലിസിന് നല്ലൊരു വൈബായിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. മജ്ലിസിന് നല്ല തിരക്കുണ്ടായിരുന്നു. അത് കാണാനും അവിടുത്തെ സുലൈമാനി കുടിക്കാനൊക്കെ. അങ്ങനെ ഫിനിഷായിട്ടാണ്. പിന്നെ ഞാൻ ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൈ എവിടെയും തട്ടാണ്ട് ഇങ്ങനെ ഓരോന്ന് പിന്നെയും ഞാൻ കുറേ സ്റ്റാളൊക്കെ നോക്കി നടന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പിന്നെ ഞാൻ നടന്നത്. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയതായിട്ട് എനിക്കപ്പോൾ തോന്നിയത് ഒരു ചായയും സമൂസയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയി. സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ കുട്ടികൾ ഒരു മരിവ് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള 2ാമത്തെ പെർഫോമൻസ് തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പോൾ രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ അവരുടെ ആ ഒരു പ്രോഗ്രാം നോക്കി അവിടെ നിന്നു.
അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ കണ്ടു. ഞാൻ തീരും മുമ്പ് തന്നെ ഇറങ്ങി. കാരണം തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും, ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി, തീരും മുമ്പേ ഇറങ്ങി. 9 മണി വരെ അവരുടെ ടൈം എടുത്തിട്ടുള്ളൂ. എന്നാലും ഒരു 10 മണിയൊക്കെ ആവും പ്രോഗ്രാം തീരാൻ. ഒരുപാട് പ്രോഗ്രാം ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കുട്ടികളുടേത് ആദ്യം ചെയ്തു, പിന്നെ മുതിർന്ന കുട്ടികളത് സീനിയർ മക്കളുടേത് പിന്നെയാണ് അവർ വെച്ചത്. അപ്പോൾ പ്രോഗ്രാമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇറങ്ങി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.